വെറും 50 രൂപയ്ക്കുള്ളിലാണ് നമ്മൾ ഈ അടിപൊളി സ്ക്രാപ്പ് ബുക്ക് അല്ലെങ്കിൽ ആൽബം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ലേസർ പ്രിൻ്റ് എടുക്കാനുള്ള കാശ്, അതായത് ഒരു 20-30 രൂപ, പിന്നെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പകുതി, ഒരു ചെറിയ റിബൺ, പിന്നെ ഡബിൾ സൈഡ് ടേപ്പും കുറച്ച് പശയുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടിപൊളിയായിട്ടുള്ള സ്ക്രാപ്പ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത്രയും പണിയെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? അല്ലല്ലോ. സോ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോൻ്റെ അവസാനം ഒരു കുഞ്ഞ് സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. സോ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കില്ലല്ലോ. ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം മെനക്കേടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ അറിയോ, അത് ഈ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിക്കേഴ്സും നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. ഈ ചാർട്ട് പേപ്പർ കട്ട് ചെയ്യാനുള്ള സൈസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചെയ്ത സമയത്ത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ 2 സൈഡിലുമായിട്ട് ആൽബം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സൈഡായിട്ട് മാത്രം സെറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ചാർട്ട് പേപ്പർ പീസ് എടുത്തതിന് പകരം ഒരു 8 എണ്ണം എടുക്കാൻ നോക്കണേ. പിന്നെ എക്സ്ട്രാ ഒന്നുകൂടെ എടുത്തു വെച്ചാൽ നമ്മുടെ ബാക്കിൽ ഒരു കവർ പോലെയും കൂടിയും കൊടുക്കുക കേട്ടോ. ഇതിൽ ഞാനത് ചെയ്തിട്ടില്ല. സോ നമ്മൾ കട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോൻ്റെ അവസാനം വരെ കാണാൻ മറക്കില്ലല്ലോ, അവിടെ കേട്ടോ നിങ്ങളുടെ സർപ്രൈസ് ഉള്ളത്. ഈ ഒരു ഗിഫ്റ്റ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് മാത്രമായിട്ട് അങ്ങ് ഒതുക്കി നിർത്തണ്ട കേട്ടോ. ബർത്ത്ഡേക്ക്, ആനിവേഴ്സറിക്കൊക്കെ അടിപൊളിയായിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമേ. ഇനി എന്താണ് നിങ്ങളുടെ സർപ്രൈസ് എന്നറിയോ? നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് അയച്ചു തരും. ഒന്നുമില്ല, നിങ്ങളെ ഇമെയിൽ ID കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടെംപ്ലേറ്റ് അയച്ചു തരാം കേട്ടോ. ടെംപ്ലേറ്റ് അയച്ചു തന്നിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതും കൂടി അറിയണ്ടേ? ആദ്യം നിങ്ങൾക്ക് ഞാൻ ഇമെയിൽ അയച്ചു തന്നിട്ടുള്ള ഈ ടെംപ്ലേറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫോണിൽ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പും ഡൗൺലോഡ് ചെയ്യുക. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് E3 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യുക. അതിൽ അപ്ലോഡ് ഫയൽസ് പോയിട്ട് നമ്മുടെ ഡിവൈസിൽ നിന്ന് ഞാൻ അയച്ചു തന്നിട്ടുള്ള ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. ഏകദേശം ഇതുപോലെ വരും. എന്നിട്ട് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ഗാലറി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഇനിയുള്ള പരിപാടി വളരെ സിമ്പിളാണ്. സെലക്ട് ചെയ്ത ഓരോ ഫോട്ടോസും ഇതിൽ ഈ മനുഷ്യന്മാരുടെ ഫോട്ടോസ് ഉണ്ടല്ലോ അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് റീസൈസ് ചെയ്യണമെന്നും കൂടിയില്ല.
ഇങ്ങനെ ഇതിൽ സ്റ്റിക്കേഴ്സ് ഒഴികെയുള്ള നിങ്ങളുടെ എല്ലാ ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം സേവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് PDF ഫോർ പ്രിൻറ്റിങ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ലേസർ പ്രിൻറ്റ് കിട്ടും. പ്രിൻറ്റ് ക്വാളിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിൽ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത ശേഷം ലേസർ പ്രിൻറ്റ് ഷോപ്പിൽ പോയിട്ട് പ്രിൻറ്റ് എടുക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സണ് ഈ ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. ലേസർ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈസ് മാക്സിമം എൻലാർജ് ചെയ്തെടുക്കണം കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് ഈ ചാർട്ട് പേപ്പറിൻ്റെ സൈസൊക്കെ തന്നിട്ടുള്ളത്. ഇനി വാലന്റൈൻസ് ഡേക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാൻ ആളില്ലാന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. സ്വയമായിട്ട് നമ്മുടെ സ്വന്തം ഫോട്ടോസ് വെച്ചിട്ട് സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ഒരു അടിപൊളി സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കിയിട്ട് സ്വയം ഗിഫ്റ്റ് ചെയ്യുക. സോ ടെംപ്ലേറ്റ് വേണ്ടവർ ഇമെയിൽ ID കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്. സീ യു സൂൺ.